ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം, മനുഷ്യന്റെ സർവായുധ വർഗം അല്ല, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളി. ഇപ്പൊ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അവിടെ ഒരു ദൈവ പൈതൽ ദുഷ്ടൻ തൊടാതെ വണ്ണം തന്നെ സൂക്ഷിക്കുന്നു. ദൈവം സൂക്ഷിക്കും. പക്ഷെ ദൈവം സൂക്ഷിക്കുമ്പോഴും നമ്മെ ദൈവം സ്വതന്ത്രമായിട്ടാണ് വിട്ടിരിക്കുന്നത്. എവിടെ വേണോ പോയി എന്ത് വേണോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ശത്രു ഒരുക്കിയിരിക്കുന്ന കെണികളെ തിരിച്ചറിയണം. ഹല്ലേലൂയ. 2 പത്രോസ് 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. 2 പത്രോസ് 2:20. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാളും വഷളായിപ്പോയി. അവർ അടുത്ത് പറയാണ്, അവർ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പന. നമുക്കൊരു കൽപ്പനയുണ്ട്, നമുക്കൊരു പ്രമാണമുണ്ട്. ആ ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പന നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതവർക്ക് അറിയാതിരിക്കുന്നത് നന്നായിരുന്നു. അവർ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചാളിയിൽ കിടന്നുരുളുന്ന പന്നിയെന്നും എന്ന പഴഞ്ചൊല്ല് അവർക്ക് ചെയ്തു. എത്ര സീരിയസ് ആയിട്ടാണ് പത്രോസ് അതിനെ പറയുന്നത്. വിശുദ്ധ കൽപ്പന ആണ് അവർക്ക് നൽകിയത്. നീതിയുടെ വഴി അറിഞ്ഞ ശേഷവും ആ കൽപ്പന അനുസരിക്കാതെ ജീവിച്ചാൽ വല്ലാത്ത അവസ്ഥയാണ്. ക്രിസ്തീയ ജീവിതം ഇടുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ്. ക്രിസ്തു മാർഗം വിശാല വഴിയല്ല, ക്രിസ്തു മതം വിശാലമാണ്. ആർക്ക് വേണോ എന്തോ കാണിച്ചുകൊണ്ട് ജീവിക്കാം. പക്ഷെ ക്രിസ്തു മാർഗം അത് ഇടുക്കമുള്ളത്, അത് ഞെരുക്കമുള്ളത്. അങ്ങനെയുള്ള പാട്ടൊന്നും ഇപ്പൊ കേൾക്കാറില്ലല്ലോ, അല്ലേ? ആരും എഴുതാറില്ലല്ലോ. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഹായിതല്ലോ മോക്ഷ വഴി. കഷ്ടതകൾ തീർക്കുവാൻ ഭക്തന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. ഇടുക്കവും ഞെരുക്കുണ്ടെങ്കിൽ സന്തോഷിക്കണം. കാരണം കറക്റ്റ് പാതയിലൂടെയാണ് പോകുന്നത്. ഒറ്റയ്ക്കല്ല, സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് കൂടെ കാണും. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഗലാത്യ സഭ അത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ തടഞ്ഞത് ആരാണ്? തുടക്കം നന്നായിരുന്നു, സത്യത്തിലാണ് അവർ ജീവിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യം ഒന്ന് വിട്ടു. ഓടുന്നുണ്ട്, സത്യം അനുസരിച്ചല്ല ഓടുന്നത്. ഇന്ന് പലർക്കും സത്യം വേണ്ട, കൃപ മാത്രം മതി. മനസ്സിലാവുന്നു? എന്തിനാണ് ദൈവം കൃപ തന്നത്? സത്യത്തിൽ നടക്കാനാണ്, അല്ലാതെ കൃപയിൽ മാത്രം നടക്കാനല്ല. ഓടിവാ കൃപയാം നദിയരികിൽ, നിന്റെ മലിനത നീക്കാൻ പാപി. ഓടിവാ കൃപയാം നദിയരികിൽ, സത്യമാം തിരുവചനം ശുദ്ധി വരുത്തിയിടും നിന്നെ. ശുദ്ധിയിൻ വഴിയതിൽ നടത്തും വചനം.
നിത്യം നിന്റെ പാദങ്ങൾക്കു സത്യവെളിച്ചം തന്നിട്ട് ശുദ്ധതയിൽ ശുദ്ധ സ്ഥലം എത്തുവോളം തുണച്ചിടും. ഓടിവാ കൃപയാ നദിയരികിൽ നിന്റെ മലിനത നീക്കാൻ ഭാവി. ഓടിവാ കൃപയാ നദിയരികിൽ. പരിശുദ്ധാത്മാവു നിന്റെ മരണാവസ്ഥയെ കണ്ടു കരളലിഞ്ഞരികിൽ വന്നെടുത്തു നിന്നെ. തിരുജീവനൂതി നിന്നിൽ മാറുരൂപമാക്കി നിന്നെ തിരുസ്നാനം നൽകിയവൻ പരിശുദ്ധനായി നടത്തും. ഹല്ലേലൂയ. പരിശുദ്ധാത്മ വന്ന് നമ്മുടെ നിർജീവമായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കി തിരുജീവൻ ഊതി മറുരൂപമാക്കി സത്യത്തെ നടത്തും. സത്യമാം തിരുവചനം മാറ്റമില്ല. ദൈവം കൃപയോടിരിക്കുക ശുദ്ധീകരിക്കുവാൻ. ദൈവം മനസ്സിലോടിരിക്കുക മലിനതകളെ മാറ്റുവാൻ. ഓടിവാ, സത്യത്തിന് മാറ്റമില്ല. ദൈവം ന്യായം വിധിക്കുമ്പോൾ സത്യവചനം അനുസരിച്ചാണ് ന്യായം വിധിക്കുന്നത്. പണ്ടൊക്കെ പരസ്യത്തിന് പാടില്ലേ, സത്യവചനം കേട്ടു നീവാ നിത്യജീവൻ നിനക്കേകിടുമേ, നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായെന്നു എഴുതിടുമേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുന്ന സഭയ്ക്ക് വന്നുപോയത് വേറൊരു ചതിവാണ്, സാത്താന്റെ. ഗലാത്യ സഭ സത്യം വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഭയ്ക്ക് എന്ത് പറ്റി? 2 കൊരിന്ത്യർ 11 അധ്യായം 2 കൊരിന്ത്യർ 11 അധ്യായം 2, 3, 4. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും വേറൊരു ആത്മാവിനെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, ഡ്യൂപ്ലിക്കേറ്റ് യേശു, ഡ്യൂപ്ലിക്കേറ്റ് ഗോസ്പൽ, ഡ്യൂപ്ലിക്കേറ്റ് സ്പിരിറ്റ് സാത്താന്റെ മറ്റൊരു പ്രോഡക്റ്റാണ്. ഹവ്വായെ സാത്താൻ ഉപായത്താൽ ചതിച്ചതുപോലെ. ഞാൻ ചോദിച്ചു, കർത്താവേ, വേറൊരു യേശു എന്ന് പറഞ്ഞാൽ പൗലോസ് എഴുതിയിരിക്കുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കണം? 1 കൊരിന്ത്യർ 1 അധ്യായം 23 വാക്യം. 1 കൊരിന്ത്യർ 1:21-3. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രിസ്തു ജാതികൾക്ക് ഭോക്ഷത്വമാണ്, യൗവനന്മാർക്ക് അത് ഉൾക്കൊള്ളാനായി കഴിയുന്നില്ല. എന്നാൽ ജാതികളാകട്ടെ, യഹൂദന്മാരാകട്ടെ, യൗവനന്മാരാകട്ടെ, സുവിശേഷത്താൽ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. യഹൂദ മത പുരോഹിതന്മാർ ക്രൂശിച്ചത് യേശുവിനെയായിരുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞിട്ടത് വിശ്വസിച്ചില്ല. ഈ നസ്രായനെ ഞങ്ങൾക്ക് ക്രിസ്തുവായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എങ്ങനെ കാലിത്തൊഴുത്തിൽ പിറക്കും? കൊട്ടാരത്തിൽ അല്ല, ബെത്ലഹേമിലാണ് ക്രിസ്തു ജനിക്കുന്നതെന്ന്
പുരോഹിതന്മാരാണ് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത് മീഖാ പ്രവചനത്തിൽ നിന്ന്. എന്നിട്ട് വായിച്ച് കേൾപ്പിച്ച പുരോഹിതന്മാർ പോലും ആ കുഞ്ഞിനെ കാണാൻ പോയില്ല. അതാണ് അന്നത്തെ ആത്മീക അന്ധത. പറയുക, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, മശിഹായെ, ക്രിസ്റ്റോസ്, അവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. പിന്നെ വേറൊരു സുവിശേഷം എന്താണ്? യേശു പ്രസംഗിച്ചത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് മനുഷ്യന്റെ പാപം തടസ്സമാണ്. അന്ന് സുവിശേഷത്തെ കുറിച്ച് പൗലോസിന് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും വ്യക്തമായ വെളിപ്പാട് ദൈവം പൗലോസിന് നൽകി.